ഫാസിലിനെയാണ് അഴിച്ചു വിടുന്നത്. ഫാസിൽ ചെയ്യുന്ന റേഞ്ച് നമുക്കറിയാം. നമ്മളിരുന്ന് തള്ളണം. ഇനിഷ്യലി നമ്മളൊരു പ്രൊഡക്റ്റിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ തള്ളിയേ പറ്റും. അത് കണ്ടിട്ട് ബാക്കി പിന്നെ നമുക്കിരുന്ന് എത്ര തള്ളിയാലും ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തൊക്കെ തള്ളിയെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. ഒരു വലിയ 5 സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നിട്ട് അത് ഗ്രീൻ മാറ്റ് ആണ് ബാക്കില്, നടയ്ക്ക് ബാക്കി ഗ്രീൻ മാറ്റ് ആണ്. ആ ഗ്രീൻ മാറ്റ് നോക്കിയിട്ട് തൊഴുതിട്ട് അവര് പൈസ ആ വഞ്ചിക്കകത്തിട്ടിട്ട് പോകും. അതിനകത്ത് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടായിരിക്കും. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അതാണ് ഞങ്ങൾ ഫ്രീഡം ആയിട്ട് എടുക്കുന്നത്. അത് ബേസിലായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. രാജാനോട് അത്ര കോമ്പിനേഷൻസ് അല്ല. ഞങ്ങൾ ഏറ്റവും കൂടുതലുള്ള 26 ദിവസമാണ്. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ആ ബാക്കിയുള്ള മത്സരം വന്നു. അതായത് ഞാൻ ചെയ്ത് വെച്ചത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. സിനിമ നൽകുന്ന ഒരു പാഠം എന്താ നിങ്ങൾക്ക്? സിനിമ നൽകുന്ന പാഠം എന്താ? എപ്പോ ചോദിച്ചാലും ചായ കിട്ടും. എല്ലാം വെളിപ്പുറത്തുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം വീടിൻ്റെ ജനലയിലൊക്കെ ചാരി വെച്ചിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയ ഒരാളാണ് ഞാൻ. അതിലൊരു വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് രോമാഞ്ചത്തിലോട്ടൊരു എൻട്രി പോലും കിട്ടിയത്. ക്ലീൻ ഷേവ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചിട്ട് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കും. ഇത് കോളേജ് ആക്കുവാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എടാ കിളവനൊക്കെ മീശയും താടിയും കിളവനാ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മലയാള സിനിമ ഇപ്പൊ ഒരു അടിപൊളി കല്യാണം കൂടിയതിന്റെ ഒരു ത്രില്ലിലാണ്. ആ കല്യാണം നടത്താനും മുടക്കാനൊക്കെ കൂടിയവരെ കയ്യോടെ പിടിച്ച് ഇത് അവിടെ കൂടെ നിർത്തിയിട്ടുണ്ട്. സോ അങ്ങനെ പറയൽ കുറച്ച് വിശേഷങ്ങളുമായിട്ട് കൂടെ ചേർന്നു സാഫ് ബോയ്, സിജു, എൻജോമോൻ. നമസ്കാരം. ഇടിയിട്ട ക്ഷീണമൊക്കെ തീർന്നാ? ചിരിയിലേക്കാണ് അല്ലേ മൊത്തം. പൊതുവെ ഒരു സിനിമ പറയും നമ്മൾ തിയേറ്ററിൽ 2-2.5 മണിക്കൂർ സിനിമ കണ്ട് ആസ്വദിക്കുക എന്നതിനപ്പുറം ഇതൊരു ആഘോഷമാക്കി മാറ്റുമ്പോഴാണ് അല്ലെ എപ്പോഴും ഈ ഒരു മനസ്സിലിടം പിടിക്കാൻ പറയും. അത്തരത്തിലൊരു സിനിമ കണ്ട ഒരു ഫീലാണ്. കാരണം ഇപ്പൊ വന്നിരിക്കുമ്പോൾ ഞാൻ ഏകദേശം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നേരം ആയിട്ടുള്ളൂ. ഞാൻ മുമ്പിൽ തന്നെ ഇന്ന് തന്നെ നിങ്ങളെ കാണുന്നതിന് മുമ്പ് സിനിമ കണ്ടിട്ട് വേണം നിങ്ങൾ കാണണം എന്നൊരു ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടും ബോധ്യമുള്ളതുകൊണ്ടും കൂടിയിട്ട് തന്നെ ഫസ്റ്റ് സീറ്റിൽ തന്നെ. കാരണം അത്രയും തിരക്കാണ്, സീറ്റ് കിട്ടുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ട ഒരു ആഘോഷം, ഒരുപക്ഷെ ആസ്വാദ്യത്തിനേക്കാളും ഉപരിയായിട്ട് ആഘോഷക സിനിമ എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഹൗ ഡു ഫീൽ നൗ? എന്താ ഇപ്പോ ആ ഒരു സന്തോഷം എങ്ങനെ പ്രതിഫലിക്കുന്നു? അല്ല, എനിക്ക് ഭയങ്കര പുതിയൊരു അനുഭവമാണ്. 26 വർഷത്തെ കരിയറിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഞാൻ എൻജോയ് ചെയ്യണം. ഇവര് മേ ബി രോമാഞ്ചത്തിലും ഇതുപോലെ ഭയങ്കര ഹിറ്റ് അടിച്ച പടമാണ്. അപ്പൊ ഈ ഒരു ത്രില്ല് അവർക്ക് ഹിറ്റാണ്. പക്ഷെ ഇതുപോലെ മറ്റേ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ ആവേശം പരിപാടി വന്നിട്ടില്ലായിരുന്നു. അത് ഒരു ഹിറ്റായിട്ട് അങ്ങനെ പോയി. ഇത് പക്ഷെ വേറെ തന്നെ ഒരു പരിപാടി ഇങ്ങനെ കിട്ടുന്നുണ്ട് എനിക്ക്. ഞാൻ പറയാം, എനിക്ക് ഓൾറെഡി രോമാഞ്ചത്തിലേക്ക് കിട്ടിയതാണ്, എനിക്ക് പുതിയതാണ്. അപ്പൊ അതിന്റെ ഒരു സുഖമുണ്ട്. ആ ഒരു ആഘോഷം മൂഡ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സിജു ബ്രോ, ഈ തൊട്ടതെല്ലാം പൊന്നാവണമെന്ന് പറഞ്ഞ പോലെ കൈ വെക്കണ സാധനമൊക്കെ ഹിറ്റ് ആണല്ലോ. കാരണം രോമാഞ്ചം തന്നെ അത്രത്തോളം ഒരു ഇൻഡസ്ട്രിയിൽ ഒരു കിടല ഹിറ്റ് തന്നു. ഇത് വേറൊരു ജോണറിൽ വേറൊരു പരിപാടി പിടിച്ചിരിക്കുകയാണ്. ഇവിടെ വരുമ്പോ അവിടെയും ഉണ്ട്. സോ ഇതെന്താണ് ഇതിന്റെ ഒരു അങ്ങനൊക്കെ പറയട്ടല്ലേ? അങ്ങനൊന്നുമില്ല. അതെല്ലാം പൊന്നാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രോമാഞ്ചത്തിന് ശേഷം കുറെ സബ്ജക്റ്റുകൾ വന്നിരുന്നു. ഞാൻ പലതും കേട്ടിരുന്നു. പലതും രോമാഞ്ചത്തിന്റെ അതേ ഷെയ്ഡ് തന്നെ വന്നിരുന്നു. കഥ പറയുമ്പോ തന്നെ അവര് പറഞ്ഞിരുന്നത് ഷർട്ട് ഇടാത്തൊരാൾ, അതേ ക്യാരക്ടറിനെ അവര് വീണ്ടും അതേപോലെ കൊണ്ടുവരാൻ നോക്കി. ചിലര് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഹാൻസ് വെക്കുന്ന വെള്ളം അടിക്കുന്ന ഒരു ക്യാരക്ടറാണ് ബ്രോ ചെയ്തത് തന്നെ വേറൊരു പരിപാടി. അത് ചെയ്തതിന്റെ വേറൊരു പരിപാടി അല്ലല്ലോ, അത് തന്നെയാണ്. അപ്പൊ ഞാൻ പലതും ഞാൻ മാറ്റി പക്ഷെ അങ്ങനെ ഞാൻ കുറെ മാറ്റി വെക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് പയ്യെ ടെൻഷൻ ആകാൻ തുടങ്ങി. കാരണം എനിക്കൊരു എല്ലാം ഇതേപോലെ സെയിം ആവുമ്പം അപ്പം എനിക്കെന്തോ ഒരു ആ സമയത്താണ് ഗുരുവായൂരമ്പലം നട വരുന്നത്. ഒരേ സമയം കുറെ ചാൻസ് കിട്ടുമ്പോ ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള പേടി കൊണ്ട് എടുക്കുന്നില്ല. എടുക്കാതായി പോയി കഴിഞ്ഞാൽ ഈ വിളി കുറയോ? വിളി പൊതുവെ കുറയുന്നുണ്ടായിരുന്നു. കാരണം കുറെ ഞാനിങ്ങനെ നോ പറഞ്ഞു. പിന്നെ ചിലതൊക്കെ ഓക്കെ ആയിട്ട് പിന്നീട് അവസാനം എന്തൊക്കെയാണ് മാറുന്നു. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഗുരുവായൂരമ്പലാണ് വരുന്നത്. ഗുരുവായൂരമ്പലാണ് വന്നപ്പോ എൻ്റെ ഇവിൻ ചേട്ടനെ കറക്റ്റായിട്ട് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു
അതല്ല, ഇത് എൻ്റെർലി വേറെ സാധനമാണ്, ഓക്കെ. ഇതാ ഇന്നതുപോലാണ്, കൂട്ടുകാരനാണ്, കല്യാണം മുടക്കും, അങ്ങനെയൊക്കെ കുറെ പരിപാടികൾ പറഞ്ഞ് അങ്ങനെയാണ് വിപിൻ ചേട്ടൻ നമ്മളെ പെർഫോം ഓൾറെഡി ഞാൻ മുദ്ദുഗവ് വിപിൻ ചേട്ടൻ ഫസ്റ്റ് മുദ്ദുഗവ് കണ്ടിട്ട് അന്ന് ഫേസ്ബുക്കിലൊക്കെ ഞാൻ അന്ന് ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു അവസരം തരുമെന്നൊക്കെ. അന്ന് കണ്ടിട്ടില്ല, കാരണം അന്ന് ഇത്രയും പഴയതല്ല. ഇന്ന് അവസരം ഇങ്ങോട്ട് തേടി വന്നു. അത് ഇങ്ങോട്ട് തേടി, അത് ഫാക്ട് രോമാഞ്ചമാണ്. രോമാഞ്ചം വിപിൻ ചേട്ടൻ കണ്ടിട്ട് വിപിൻ ചേട്ടൻ അതിനകത്തോട്ട് വിളിക്കുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം റിലീസിനൊക്കെ മുമ്പ് അന്ന് അയച്ച മെസ്സേജ് ഞാൻ ഈ ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചർ ഒക്കെ എടുത്ത് തപ്പി നോക്കിയപ്പോ അതിനകത്ത് കിടപ്പുണ്ട്. ഞാനപ്പോ എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു, ചിരിക്കുന്നിരുന്നു. അപ്പം അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ പെർഫോം ചെയ്യേണ്ട കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാധാരണ ഇതിൽ ലീഡ് റോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നായകന്റെ ഒപ്പം നിന്ന് സാധാരണയായിട്ട് ഈ കോമഡി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുറെ കോമ്പോകൾ വന്നിട്ടുണ്ട് അല്ലെ. എപ്പോഴും ലാലേട്ടൻ ശ്രീനിവാസൻ പറയും, അല്ലെങ്കിൽ ദിലീപേട്ടൻ ഹരിശ്രീകൻ, ഇപ്പൊ ഈ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ നിവിൻ അച്ചു, അങ്ങനെ കുറെ കോമ്പോകളുണ്ട്. പക്ഷെ ഇവിടെ കുറെ കൂടി ഒന്ന് ട്രാക്ക് മാറ്റി പിടിച്ചെല്ലാം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിൽ പൃഥ്വിരാജ് എന്നുള്ളൊരു സൈഡിലൂടെ പോകുമ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരും കയറിന്നിട്ട് ഭയങ്കരമായിട്ട് കോംബോ ക്രിയേറ്റ് ചെയ്യാൻ കറക്റ്റ് വർക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും അല്ലെ. കുറെ സ്ക്രീൻ സ്പേസ് എന്നുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ടൈമിങ്ങിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവര് അളിയനളിയൻ ബന്ധത്തിന് അവിടെ നിൽക്കുമ്പോ തന്നെ ഇപ്പുറത്ത് ഇത് കല്യാണത്തിന്റെ അനിയനും സുഹൃത്തും കൂടിയിട്ട് പിന്നാമ്പുറത്ത് ഞങ്ങളും പ്രവർത്തിക്കുന്നു. അത് വ്യക്തമായിട്ട് വിപിൻ ചേട്ടനും ദീപ് ചേട്ടനോട് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഫസ്റ്റ് ഷോട്ട് വെക്കുന്നത് എനിക്ക് ഇവനോടാണ്, പടത്തിന്റെ ഫസ്റ്റ് ഷോട്ട് വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ഈ കഥാപാത്രം ഇങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മളെ ആകെ 2-3 നമ്പരൊക്കെ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പരൊക്കെ പിടിച്ച് ആലോചിച്ച് ഞാൻ ഇരിക്കും. ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പം ആക്ഷൻ വിളിച്ചപ്പോൾ നല്ല ടെൻഷനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ഈ ശരീരമൊക്കെ അനക്കിയൊക്കെ ചെയ്തപ്പോൾ വിപിൻ ചേട്ടൻ മനസ്സിലാക്കി അത്ര ഒന്നും വേണ്ട, നോർമലായിട്ട് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അത്ര ഓവർ ആവേണ്ട ഒരു ഇതും ഇല്ല, നിങ്ങൾ ഫ്രണ്ട്സും ഒരാൾ അനിയനുമാണ്, അപ്പൊ അമ്മാതിരി സ്ലോ ആയിട്ട് സട്ടിലായിട്ട് പോയാൽ മതി. അടുത്ത തൊട്ട് ഓക്കെ ആയി. രണ്ടാമത്തെ ദിവസം തൊട്ട് ഞങ്ങളൊക്കെ ഏകദേശം ട്രാക്കായി. അത് വിപിൻ ചേട്ടൻ കറക്റ്റായിട്ട് ഓരോന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ആ ഡയലോഗ് വേണ്ട, അത്ര അനക്കണ്ട, നീ നോർമലാണ്, അങ്ങനെയൊക്കെ എല്ലാം വിപിൻ ചേട്ടൻ പക്കാ പ്ലാനായിട്ട് നമ്മൾ ഇനിയിപ്പോ ധൈര്യത്തോടെ പറയാം, ഞങ്ങളെ വെച്ച് സിനിമ തുടങ്ങി കഴിഞ്ഞാൽ ഹിറ്റ് ആണെന്നുള്ളത് അല്ലേ. ഫസ്റ്റ് ഷോട്ട് എനിക്കാണത് അവര് എനിക്ക് ട്രയൽ അടിച്ചാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് കളയണ്ടല്ലോ, കാരണം പടത്തെ ത്രൂ ഔട്ട് ഉള്ളത് കൊണ്ട് ഓക്കെ അല്ലെങ്കിൽ ഇവരെ കട്ട് ചെയ്തിട്ടുള്ള വേറെ ആൾക്കാർ ഉദ്ദേശം കൂടി ഉണ്ട് അല്ലേ. ട്രയൽ അടിച്ചത് വർക്കായി തോന്നുന്നു. ഡോക്ടർ സാർ എന്താണ് കണ്ട ലുക്കൊക്കെ ഒന്ന് മാറിയല്ലോ? സിനിമയ്ക്ക് വേണ്ടി വളർത്തിയതായിരുന്നോ അതോ സിനിമ കഴിഞ്ഞപ്പോ മാറ്റിയതായിരുന്നോ? സിനിമ കഴിഞ്ഞപ്പോ വേറൊരു പടത്തില് അഭിനയിക്കാൻ പോയപ്പോ അവരിങ്ങനെ ആക്കി മാറ്റി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ജോൺചേട്ടന്റെ കാര്യത്തില് നിന്ന് ഇപ്പൊ ആരെങ്കിലും ഒക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് ഈ ചാറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലെ. പക്ഷെ ജോൺചേട്ടന്റെ കാര്യത്തിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് വൻ വൻമാൻ ഷോ കളിയായിരുന്നു അല്ലെ. പെർഫോമൻസ് അങ്ങേയറ്റം കൊടുക്കാൻ പറ്റി. അവിടുന്ന് വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൈനോട്ടക്കാരായിട്ട് തിരിച്ചു വരുമ്പോഴാണെങ്കിലും അപ്പിയറൻസിലാണെന്നുണ്ടെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഇപ്പൊ തരുന്ന സന്തോഷം എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ലൈഫിൽ. രാജുവേട്ടനായിട്ടും അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ, ബേസിലേട്ടൻ, പിന്നെ സിജു സണ്ണി, ആദ്യം പറയേണ്ട പേരുകളൊക്കെ അവസാനം പറയുന്നു. എല്ലാവരുമായിട്ടൊക്കെ നമുക്ക് പരിപാടികൾ ചെയ്യാൻ പറ്റി. എന്റെ ഹാപ്പിയാണ്. പിന്നെ വിപിൻ ചേട്ടന്റെ കീഴിൽ ചെയ്യാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ ചെയിൻ കോമഡി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട്, നമുക്കിത് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഈ ബോയിങ് സിനിമകൾ വെട്ടം എന്നൊക്കെ തരുന്ന ഒരു സന്തോഷമുണ്ട്. നമുക്ക് ആ ഒരു ഫീലിലോട്ടാണ് സിനിമയുടെ അവസാനം കൊണ്ടുപോകുന്നത്. കാരണം കൃത്യമായിട്ട് എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട്, ഇവർക്കൊക്കെ ഡയലോഗും കൗണ്ടർ അടിക്കാനുള്ള ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് വായിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അവനവൻ്റെ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുക എന്നുള്ളത് കൂടിയും അല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ ഇത്രയും ക്രൗഡിനിടയ്ക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ കുറേയേറെ കണ്ടിന്യൂറ്റി വിഷയങ്ങൾ വരും, നമ്മൾ എവിടെ കൊണ്ട് നിർത്തി എന്നുള്ളത് നമുക്ക് കണ്ടിന്യൂ, ചിലപ്പോൾ അടുത്തൊരു സീൻ നമുക്ക് അപ്പോഴാവില്ല എടുക്കുക. ഇത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഇത്? കാരണം നമുക്ക് ഇപ്പൊ ക്ലൈമാക്സ് സീനിലായിരിക്കണം എനിക്കൊന്ന് കൂടുതൽ കണ്ടിന്യൂറ്റിയും പൊസിഷൻസും അടുത്താരെന്ന് അതിന് വേണ്ടി തന്നെ ഡയറക്ഷൻ ടീം എക്സ്ട്രാ എനിക്കൊന്ന് കുറെ അസിസ്റ്റന്റ് ഡയറക്ടർമാരെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂറ്റി നോക്കാനും ഇത്രയും പേര് ഇത് പാസിംഗ് നടത്താൻ ഒരു ടീം വേണം, ഓരോരുത്തർ നിന്ന് പൊസിഷൻ നോക്കാം, എല്ലാം 3-4 പേരെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ ഫസ്റ്റ് ഷെഡ്യൂളിലൊക്കെ 2 ഫാമിലിയേ ഉള്ളൂ, അവരങ്ങോട്ടേ ഈ 10,500 ജൂനിയർ ആർട്ടിസ്റ്റും ഇവരുടെ കോസ്റ്റ്യൂമും കല്യാണ ചെറുക്കൻ, ആ ഒരു കല്യാണ ചെറുക്കൻ അല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന അല്ലാതുള്ള അവരെല്ലാം നോക്കണ്ടേ, ഡാൻസുകാര്. അപ്പൊ അതിനെല്ലാം എക്സ്ട്രാ ആയിട്ട് കുറെ എഡീസിനെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉത്സവമായിരുന്നു 25 ദിവസം. കാരണം മേക്കപ്പ് റൂം ഒക്കെ എന്ന് പറഞ്ഞാല് സാധാരണ ഒന്നെങ്കിൽ ക്യാരവനിൽ മേക്കപ്പ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരു സെപ്പറേറ്റ് റൂമിൽ. ഇത് ഒരു ഷെഡായിരുന്നു മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും നിരത്തിയിട്ട് മിററും കാര്യങ്ങളും
നമ്മൾ കലോത്സവം നടക്കുമ്പോൾ ഇരിക്കുന്ന പോലെ. ഒരു 8 മണിക്ക് ഷൂട്ടാണെങ്കിൽ നമ്മളൊരു 6:30 കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാല് ഷൂട്ട് നടക്കുന്ന അമ്പലത്തിന്റെ സെറ്റിന്റെ ബാക്കിൽ ഒരു വലിയ ഷെഡുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ലെയർ ഫുള്ള് ഒരാള് ഹെയർ സെറ്റ് ചെയ്യുന്നു, അപ്പുറത്ത് മേക്കപ്പ് ടച്ചപ്പ് ചെയ്യുന്നു, ഒരിടത്ത് കോസ്റ്റ്യൂം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഓരോ ചെയറിലും ഓരോരുത്തരോരുത്തർ. എനിക്കൊന്നു മേക്കപ്പ് മാത്രം 10-15 പേരുണ്ടെന്ന്, ചെയ്യാനെ കൊണ്ട് മാത്രം 15 പേരോളം അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് അത്രയും പരിപാടികള്. എന്നുവെച്ചാ ഇപ്പം മോഹിനിയാട്ടം നടക്കുന്നുണ്ട്, അപ്പൊ അവരുടെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് മുടിയെ അത് ഇതെല്ലാം സെറ്റ് ചെയ്യണം, സാരി എടുക്കുന്നു അത് സെറ്റ് ചെയ്യാൻ കുറെ പേര്, പിന്നെ എല്ലാം ഉണ്ട്. കല്യാണപ്പെണ്ണ് ഓൾറെഡി അമ്പലത്തിൽ മറ്റു കല്യാണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അവരെ സെറ്റ് ചെയ്യാൻ ഇത് 24 ദിവസം കണ്ടിന്യൂറ്റി പിടിക്കണ്ടേ. അപ്പൊ ഇതേപോലെ ഇത്രയും പേരെ കോസ്റ്റ്യൂം ഒരെണ്ണത്തിന് എനിക്ക് തോന്നുന്നു 4 ഡമ്മിയുണ്ട്, ഒരു കോസ്റ്റ്യൂമിന് 4 എണ്ണം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകി ഉണങ്ങാൻ തൊട്ട് പിറ്റേ ദിവസം ഇതേ കോസ്റ്റ്യൂം. അപ്പം ഇത് മുഷിയാൻ പാടില്ല, അവരെ ഇടുന്നത് മോശമല്ലേ. അപ്പം ഒരെണ്ണം ഇട്ടിട്ട് പിറ്റേ ദിവസം അടുത്തത് കൊടുത്തിട്ട് അവരത് വാഷ് ചെയ്തിട്ടിട്ട് അത് ഉണക്കി നമുക്ക് നമ്മളെ അവർക്ക് റെസ്റ്റ് ഇല്ല. നമുക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ, പക്ഷെ ഇവർക്ക് ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റും അയ കെട്ടിട്ടുണ്ട്. അയെന്ന് വെച്ചാൽ എന്താ അത് തന്നെ, അതിങ്ങനെ കെട്ടിട്ടുണ്ട്. അതിലെല്ലാം തുണി ഇങ്ങനെ ഉണക്കാൻ ഇട്ടേക്കാണ്. അത് മടക്കി വെക്കുക, ഉടനെ അടുത്തത് എടുത്തിടുക. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,500 പേരില് എനിക്ക് തോന്നുന്നു എനിക്ക് പകുതിയോളം ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു വിപിൻ ചേട്ടന്റെ വൈഫാണ് അശ്വതി ചേച്ചിയാണ്. അശ്വതി ചേച്ചിയാണ് കോസ്റ്റ്യൂമും പരിപാടികളും എല്ലാം ചെയ്തിട്ടുള്ളത്. രാജ് ഡ്രസ്സ് ഭയങ്കര ട്രെൻഡിങ്, അത് ചുരിദാറിന്റെ തുണി ആണെന്നാണ് ചേച്ചിയോട് ഞാൻ ചോദിച്ചപ്പോൾ. പക്ഷേ ആ ഒരു എൻട്രിയും ആ ഒരു കോസ്റ്റ്യൂമും അല്ലെ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. ഈ പ്രധാന ഒരു ക്യാരക്ടർ കൂടിയാണ് ശരിക്കും ഈ ഗുരുവായൂർ അമ്പലം കൂടി അല്ലെ. പക്ഷെ നമുക്ക് ഇത്ര ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ അമ്പലനടയിൽ തന്നെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. ഒരു പക്ഷേ സെറ്റ് ചർച്ചകളായിരുന്നാണ് പലപ്പോഴും. ഈ സിനിമകളുടെ സെറ്റ് ചർച്ചയാവുന്നത് സിനിമയ്ക്ക് ശേഷമായിരിക്കും. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ ഇത്രയും സെറ്റ് ഇട്ടത് ഇത്രയും എക്സ്പെൻസീവ് ആയിരുന്നു, ഇത്രയും റിയാലിറ്റി ഉണ്ടായിരുന്നു. ഇതിലും ആണെങ്കിൽ പോലും എവിടേക്കോ ഒരു രീതിയിൽ പോലും അതിനൊരു കുറവോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായ സെറ്റ്. പക്ഷെ എവിടേക്കോ എൻ്റെ സംശയം, നമ്മളൊരു സിനിമ റിലീസിന് മുമ്പേ ഇതൊരു സെറ്റ് ഇട്ടതാണ് എന്നുള്ളൊരു ന്യൂസ് വരുന്നത് എവിടേക്കോ ഇതിലെ സിനിമ കണ്ട് ആസ്വദിക്കുന്നതിനെ ബാധിക്കില്ലേ? അത് പക്ഷെ അത്രയും ആളുകളുണ്ടേ, ഒരിക്കലും അങ്ങനെ ഒരു സംഭവം അവിടെ ഉള്ളത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റൂല. കാരണം ഇപ്പോഴും നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഇത് സെറ്റാണോ അവർക്കത് മനസ്സിലായിട്ടില്ല. നമുക്ക് ഈ പ്രിവ്യൂ കണ്ടപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതായിരുന്നു. സെക്കൻഡ് ഹാഫ് നമുക്കത് അമ്പലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണില്ല. കാരണം അത് നമുക്കറിയാലോ, അവിടെ നിൽക്കുന്നത് കൊണ്ടും നമുക്കറിയാലോ ഇത് സെറ്റാണ്, അതാണ് അവിടെ ഇതാണ്, എല്ലാം നമുക്കറിയാം. പക്ഷെ എനിക്കൊരു വൈഡ് ഓഡിയൻസിന് ഇത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് സെറ്റാണെന്ന്. ശരിക്കും അത് സിനിമയ്ക്ക് ശേഷം ശരിക്കും അത് റിവീൽ ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു ആസ്വദിക്കാൻ കുറച്ചുകൂടി അതാണ് റിവീൽ ചെയ്യുന്നത് അപ്പോഴാണ്. പക്ഷെ എനിക്ക് അതിനുള്ളിൽ തന്നെ അതിനു മുമ്പ് തന്നെ ഓൺലൈൻ മീഡിയാസുകളിലൊക്കെ പലയിടത്തും കളമശ്ശേരിയിൽ ഇങ്ങനെ സെറ്റ് ഇട്ടിട്ടുണ്ടെന്നൊക്കെ ഓൾറെഡി വാർത്തകൾ ലീക്ക് ഔട്ട് ആയിട്ടുണ്ട്. അത് നമ്മളായിട്ട് വിട്ടതല്ല, അതെനിക്ക് ഓൺലൈൻ മീഡിയാസ് ഒക്കെ എങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് അതിനെപ്പറ്റി വാർത്തകൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഡിയൻസിന് എനിക്കൊന്നും അത് വലുതായിട്ട് ബാധിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഈ വരുന്ന മെസ്സേജുകളും ഈ കമന്റ്സുകളിലും എല്ലാം ഇത് സെറ്റാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതൊരു. പക്ഷെ എന്തായാലും അറിയാതിരിക്കുന്ന കാര്യം ഏറ്റവും അടിപൊളി. പക്ഷെ എല്ലാം കറക്റ്റ് ആണ്. ഗുരുവായൂർ അമ്പലം എങ്ങനെയാണോ അത് ആദ്യം അവരൊരു മിനിയേച്ചർ ഉണ്ടാക്കിയവര് അവിടെ സെറ്റ് കൊണ്ടുവന്നായിരുന്നു ഫസ്റ്റ് ഷെഡ്യൂളില് കറക്റ്റ് അമ്പലത്തിന്റെ ഇത്. അപ്പൊ നമ്മൾ വിചാരിക്കണില്ല ഇത് കറക്റ്റ് അതുപോലെ ആവും, ജസ്റ്റ് ഒരു രൂപം മാത്രമേ. ഗുരുവായൂർ അമ്പലത്തിനേക്കാളും വലുതാണെന്ന് അവർക്കിത് വലുതല്ലേ, ഡൈമെൻഷൻസും ഒക്കെ കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. പൃഥ്വിരാജ് കുറെ കൂടി കുറച്ച് നാള് ഡയറക്ടർ അല്ലെങ്കിൽ കുറച്ച് മാസ് പരിവേഷത്തിൽ നിന്ന് കുറെ കോമഡി ട്രാക്കിലോട്ട് കൂടി വന്നൊരു സിനിമ കൂടിയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ ചർച്ചയാവുന്നത് അത്തരത്തിൽ കൂടിയാണ്. രണ്ടുപേരും എങ്ങനെ ആൻഡ്രന്റെ ക്യാരക്ടറും വിനു ആണെന്നുണ്ടെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? കൂടുതലും ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്നത് ബേസിലേട്ടനോടാണ്. കാരണം കോമ്പിനേഷൻസ് കൂടുതലും ബേസിലേട്ടനോടാണ്. അപ്പം ബേസിലേട്ടൻ ഓൾറെഡി അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബേസിലേട്ടൻ ഭയങ്കര രസമാണ്. നമ്മളെയൊക്കെ ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. ഞങ്ങൾ ശകലം കൂടുതൽ ഓവർ ഫ്രീഡം എടുത്തിട്ടുണ്ടോന്ന് മാത്രമേ സംശയമുള്ളൂ. പക്ഷെ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴും ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു ഈ പ്രൊമോഷൻ സമയത്താണെങ്കിലും ഈ എൻട്രി സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുവരുന്നത് വിഷ്വൽസ് ഭയങ്കര വൈറലായിരുന്നു. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അതാണ് ഞങ്ങൾ ഫ്രീഡം ആയിട്ട് എടുക്കുന്നത്. അത് ബേസിലായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. രാജേണ്ണനോട് അത്ര കോമ്പിനേഷൻസ് ഇല്ല. ഞങ്ങൾ ഏറ്റവും കൂടുതലുള്ള 26 ദിവസമാണ്. അവിടെയാണ് ഞങ്ങൾക്ക് കൂടുതലും കോമ്പിനേഷൻസ് വന്നിട്ടുള്ളത്. രാജേണ്ണനാണെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ഈ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമുക്ക് ഭയങ്കര
എക്സ്പീരിയൻസ്. നമ്മൾ ഈ ഓൺ സ്ക്രീനിൽ എങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ഉപരി ഒരുപക്ഷെ നമ്മൾ ഓഫ് സ്ക്രീനിൽ ഇപ്പം ഒരുപക്ഷെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റു മാധ്യമങ്ങളിലൂടെ ആയിരിക്കാം, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മുടെ അപ്പിയറൻസ് ആണെങ്കിലും സംസാര വിഷയങ്ങളാണെങ്കിലും നമ്മുടെ കട്ട് വീഡിയോസ് ആണെങ്കിലും ഇതൊക്കെ ഒരുപക്ഷെ തിയേറ്ററിലേക്ക് ആളുകളെ കൂടുതൽ കയറ്റാൻ കാരണമാവുന്നതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ പലപ്പോഴും നമ്മൾ ഇപ്പോൾ സിനിമയ്ക്ക് മുമ്പേ ഡിജിറ്റൽ മീഡിയയിലെ സ്റ്റാറുകളാണ് അല്ലേ? ഒരുപക്ഷെ സിനിമയുടെ പ്രൊമോഷനൊപ്പം തന്നെ ഇപ്പൊ ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു ബേസിലായിട്ടുള്ള ഒരു ക്യാരവൻ വീഡിയോ വരുന്നത്. അപ്പൊ ഇത്തരം വീഡിയോ ഇതിന് പുറത്തും വീഡിയോയിൽ കാണുമ്പോൾ എവിടേക്കോ സിനിമയിൽ കിട്ടുന്ന പ്രതീക്ഷ അല്ലെങ്കിൽ ഇത്രയും താരങ്ങൾ അവിടെ സ്ക്രീനിൽ വരുമ്പോൾ കുറേയൊക്കെ നമുക്ക് എക്സ്പെക്ടേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത് സിനിമയ്ക്ക് ശരിക്കും ആളെ കൂടുതൽ കയറ്റാൻ കാരണമാവും തോന്നുന്നുണ്ടോ പ്രൊമോഷൻ രീതിയിൽ? പ്രൊമോഷൻസുകൾ എപ്പോഴും വേണമല്ലോ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിലും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് രീതിയിലും ഞാൻ ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ റീൽസ് കണ്ടിട്ട് 5 പേരെങ്കിൽ 5 പേര് ഇതൊന്ന് കണ്ടേക്കാം എന്നവർക്ക് തോന്നിപ്പിക്കാനാണ് നമ്മളത് ചെയ്യുന്നത്. അതപ്പം പ്രൊമോഷൻസ് അതിനാണല്ലോ ഇപ്പം എല്ലാ ആൾക്കാരും റീൽസും കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഒരു പ്രൊഡക്റ്റ്. ഇനിഷ്യലി നമ്മളൊരു സാധനത്തിനെ പുഷ് ചെയ്യണം, തള്ളിയേ പറ്റൂ അല്ലേ? നമ്മളിരുന്ന് തള്ളണം. ഇനിഷ്യലി നമ്മളൊരു പ്രൊഡക്റ്റിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ തള്ളിയേ പറ്റൂ. അത് കണ്ടിട്ട് ബാക്കി പിന്നെ നമുക്കിരുന്ന് എത്ര തള്ളിയാലും ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തൊക്കെ തള്ളിയെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. പിന്നെ മൗത്ത് പബ്ലിസിറ്റി തുടങ്ങും. ആൾക്കാർ പുറത്തു വന്ന് ജനങ്ങളാണ് വിധി എഴുതുന്നത്. പിന്നെ ഞാനിരുന്ന് എന്നും ഇരുന്ന് തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ തള്ളും. അതെന്റെ ആവശ്യമാണ്. എന്നെ ആൾക്കാർ കാണണം, അല്ലെങ്കിൽ എൻ്റെ ആ പ്രൊഡക്റ്റ് ആൾക്കാർ ഫസ്റ്റ് ഡേ അതെന്റെ ജോലിയാണ്. അതിനുശേഷം ഓഡിയൻസ് കണ്ടിട്ട് അവര് പിന്നെ തള്ളിക്കണം. പിന്നെ ഞാൻ അവരോട് നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളിത് ഇഷ്ടപ്പെട്ടേ പറ്റൂന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ബെസ്റ്റ് ഒന്ന് കാണുമോ എന്ന് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാം. അതവര് കേട്ടിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് വന്ന് കണ്ടോട്ടെ. കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ടേ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് പിന്നെ അവരുടെ ചോയ്സ് ആണ്. അതിന് ഓഡിയൻസ് തീരുമാനിക്കും. ഗുരുവായൂരമ്പലം നടയിൽ നിൽക്കുമ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം, ഇപ്പൊ സാപ്പോയെ സംസാരിക്കുമ്പോൾ രോമാഞ്ചത്തെ കുറിച്ച് സംസാരിക്കണേ അല്ലെ? രോമാഞ്ചം കഴിഞ്ഞിട്ട് അതേ ടീമിന് കുറെ കൂടി ഓർക്കുന്നതായിരുന്നു ആവേശം വന്നപ്പോൾ അല്ലെ? ആവേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിച്ചൊരു മുഖം ഉണ്ടായിരുന്നു, സ്ക്രീനിൽ കണ്ടില്ല. മെസ്സേജ് അയച്ചു, നിങ്ങൾ ക്യാമിയോ അല്ല. ഞാൻ ക്യാമിയോ അല്ല. കാരണം ഈ രോമാഞ്ചം കഴിഞ്ഞ ആവേശം ഓൾറെഡി അറിയാം. ജിത്തു ചേട്ടൻ എപ്പോഴും വിളിക്കും, ഷിഫിന് എല്ലാരും നമ്മളെപ്പോഴും വിളിക്കും, നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഓരോ അപ്ഡേറ്റും എനിക്കറിയാം. അപ്പം ഇങ്ങനെ പിള്ളേരെയാണ് അന്വേഷിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടാതെ നേരെ ബാർബർ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞു, ചേട്ടാ ഇതെല്ലാം ക്ലീൻ ഷേവ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചിട്ട് ഞാൻ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. ഇത് കോളേജ് ആക്കുവാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എടാ കിളവനൊക്കെ മീശയും താടിയും പഠിച്ചു കഴിഞ്ഞാൽ കിളവനാ, കൊച്ചാവത്തില്ല. മീശയും താടിയും പഠിച്ച കിളവൻ. പിന്നെ പറഞ്ഞു, എടാ എനിക്ക് നിന്നെ അറിയാം, ഈ പടത്തിന് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ആയിരിക്കും എന്റെ ഓപ്ഷൻ. പക്ഷെ ഈ പടത്തിൽ നീ ചെയ്യണ്ട. പക്ഷെ ഞങ്ങൾ ജിത്തിച്ചേട്ടൻ അടുത്ത പടത്തിൽ ഞങ്ങളുണ്ട്. അത് എന്തായാലും അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ജിത്തിച്ചേട്ടൻ ഇനി അടുത്ത പടം ഡയറക്ഷൻ ചെയ്യാൻ പോകണം. അതിനകത്ത് ഞാനും മിനൊക്കെ ഉണ്ട്. അത് ഓൾറെഡി പറഞ്ഞു, അന്നേ പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ ഹാപ്പി ഉണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയും വലിയ സെറ്റ് ഇപ്പൊ പറഞ്ഞു, ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ മഞ്ഞുമലന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. സെറ്റ് ആണെങ്കിൽ പോലും അത് മറന്നിട്ട് ഗണപതി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇതിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് അവിടെ റിയൽ കേവ് ആണല്ലോ. ഇവിടെ അതിലേക്ക് എത്തുമ്പോൾ ഒരു അമ്പല നടയിൽ നിൽക്കുകയാണ്, ഇത്രയും ഡിവൈൻ ഫീൽ കിട്ടുന്നുണ്ട്. എവിടേക്കോ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു എന്നൊക്കെ കേട്ടല്ലോ. രാവിലെ വരുമ്പോ അതൊരു വൈബാണ്. അവിടെ ഈ അമ്പലത്തിലെ ഫ്രണ്ടില് പാട്ടിടുന്ന പോലെ പാട്ടിടാറുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും അത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഇപ്പൊ അമ്പലത്തിലൊക്കെ രാവിലെ തൂക്കാറൊക്കെ ഉണ്ടല്ലോ, ക്ലീൻ. അതേപോലെ തന്നെ ഇവിടെയും രാവിലെ 3 പേര് നിന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം കളഞ്ഞ് ആ സമയത്തെല്ലാം അവിടെ ഒരു സ്പീക്കറിനകത്ത് ഡിവോഷണൽ സോങ് ഇടുന്നുണ്ട്. ഹരിവരാസനം എല്ലാ പാട്ടും കുറെ പാട്ടുകൾ ഇടുന്നുണ്ട്. മൊത്തത്തിൽ ആ ഒരു വൈബാണ്. അപ്പൊ ഈ സമയത്ത് പട്ടാളക്കാരുണ്ടായിരുന്നത്. അപ്പം ഈ സമയത്ത് തന്നെ പ്രായമുള്ള അമ്മൂമ്മമാരൊക്കെ അവർക്ക് ആ ഒരു ഫീല് കിട്ടുമ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അവരോടൊരു വലിയ വഞ്ചി സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നിട്ട് അത് ഗ്രീൻ മാറ്റാണ് ബാക്കില്, നടയ്ക്ക് ബാക്കി ഗ്രീൻ മാറ്റാണ്. ആ ഗ്രീൻ മാറ്റ് നോക്കിയിട്ട് തൊഴുതിട്ട് അവര് പൈസ ആ വഞ്ചിക്കകത്തിട്ടിട്ട് പോകും. അവർക്ക് അതിനകത്ത് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടായിരിക്കും. ഈ പലപ്പോഴും ഈ ക്യാരക്ടർ തരുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഈ സ്ക്രിപ്റ്റ് തന്ന് ഡയലോഗ് തന്നിട്ട്
നമുക്ക് വേണ്ട എവിടെ പെർഫോം ചെയ്യണം എന്നുള്ളൊരു അളവ് കോൽ തരുന്നതാണ് നല്ലത്. നമ്മൾ ശരിക്കും ഇപ്പം ആവേശിൻ്റെ കാര്യത്തിലൊക്കെ ഫഹദ്വാസിനെ കുറിച്ച് പറഞ്ഞ് അഴിച്ചു വിടുമായിരുന്നു പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറിന് ശരിക്കും നമുക്ക് പെർഫോം ചെയ്യാൻ അഴിച്ചു വിടുന്നതാണോ? ഏതാ കുറെ കൂടിയും നമ്മൾ ഇന്നത് രാവിലെ സംസാരിച്ചിട്ടുള്ളത്. അതെയോ? നമുക്ക് ചെറിയൊരു ലോക്ക് തന്നിരുന്നു. ആ ക്യാരക്ടർ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമുക്ക് ഒരു ലോക്കിലുള്ളിലുള്ള പരിപാടികൾ പറഞ്ഞു തന്നിരുന്നു, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ എല്ലാവരുടെയും കാര്യത്തിൽ നമുക്കറിയാം ഇതാണ് മീറ്റർ. അങ്ങനെ പിന്നെ വേറെ കാര്യമുണ്ട്, ഫാസിലിനെയാണ് അഴിച്ചു വിടുന്നത്. ഫാസിൽ ചെയ്യുന്ന റേഞ്ച് അല്ല ഞാൻ ചോദിക്കുന്നത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പടലിൽ അങ്ങോട്ടും ഞങ്ങളിൽ അങ്ങോട്ടും ആയിരിക്കും. എവിടേക്കോ ഈ രണ്ട് മൂലം നോക്കണം. ചിലപ്പോ കുറെ സിനിമകൾ കഴിഞ്ഞിട്ട് ചിലപ്പോ ഞങ്ങൾ അഴിച്ചു വിടുമായിരിക്കും. പക്ഷെ ഇതിനകത്ത് വിൻചേട്ടൻ പറഞ്ഞിരുന്നു രോമാഞ്ചം വേണ്ട എന്ന് പറഞ്ഞു. രോമാഞ്ചം വേണ്ട, അതല്ല ഇത്. അതൊരു രീതിയിൽ വന്നിട്ടില്ല. വന്നിട്ടില്ലെന്നാ ഞാൻ എല്ലാരോടും ചോദിക്കുന്നതാണ്. എവിടെങ്കിലും അപ്പൊ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ പറയുന്നത് രോമാഞ്ചത്തിൽ കുറച്ചുകൂടെ ഫണ്ണായിരുന്നു, ഇതിനകത്ത് കുറച്ച് ഫണ്ണ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. പക്ഷെ ഈ ഫണ്ണിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു, അവിടെ വന്ന് അതിലെന്നോട് കല്യാണം മുടക്കണം എന്ന് പറഞ്ഞിട്ട് സാമിയാണ് അത് പറ്റില്ല പറയുമ്പോൾ വരുന്നൊരു ട്രാൻസ്ഫോർമേഷൻ, നല്ല ചേഞ്ച് കൃത്യമായിട്ട് ആ വാക്കുകൾ വോയിസ് മോഡുലേഷനിലും അതിപ്പോ ഡബിങ്ങിലാണ് വരുന്നുണ്ട്. പക്ഷെ അത് അവിടെ കൊടുക്കണം, ആ എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ. അപ്പൊ അത് നല്ലൊരു സീൻ കൂടിയായിരുന്നു അല്ലെ, എടുത്തു പറയേണ്ട ഒരു സംഭവം കൂടിയായിരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഈ വിജയൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും. ഇപ്പൊ ഞങ്ങളോട് രണ്ടുപേരോടും ഇങ്ങനെ നിങ്ങൾ ഇതിങ്ങനെ കല്യാണം മുടക്കാനുള്ള ഗ്യാങ് ആണ്, ഇതാണ് 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 പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു എന്റെ ഏട്ടൻ ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു പറഞ്ഞത്, ആ ഒരു സീൻ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്, എടാ ഈ പടത്തില് ഒരു നോർമൽ ക്യാരക്ടർ ആയിട്ടുള്ളത് നീയാണ്, ബാക്കിയുള്ളവർക്ക് ചെറിയൊരു ഒന്ന് കുറവ് കൂടുതൽ നോർമാലിറ്റി എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയില്ല എത്രത്തോളം ഇതാണ്. പടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നോർമൽ. ഞാൻ അബ്നോർമൽ എന്നെ ചതിച്ചു. അല്ല, ആ ഒരു ഹുക്ക് എനിക്ക് തന്നിരുന്നു. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഇഷ്ടമുള്ള ഒരു ആളാണ്. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞുട്ടൻ ആ ഒരു സാധനം മാത്രം പറഞ്ഞു തരുന്നുണ്ട്. ഒരേ സമയം എവിടേക്കോ ഒരു ക്യൂട്ട്നെസ് ഒക്കെ വിതറിയുണ്ട് അല്ലേ? ക്യൂട്ടായിരുന്നു. ഫോൺ തിയേറ്ററിൽ കിടപ്പുണ്ടെന്ന് കുറച്ചുകൂടെ ഇട്ട് അതന്നെ ആ ഒരു ഹുക്ക് തന്നിരുന്നു. അപ്പൊ നമുക്ക് അറിയാലോ പിന്നെ എന്തിലൊക്കെ കടക്കരുത് എന്നതാ പറഞ്ഞത്. നമുക്കൊരു ലോക്ക് തന്നിരുന്നു, ഇത്രയും ചെയ്താൽ മതി. കാരണം അപ്പുറത്ത് രാജേട്ടനും ഈ പറഞ്ഞ പോലെ ജോമോനും യോഗി ബാബു ഇവർക്കൊക്കെ അഴിഞ്ഞാടാനുള്ളതാണ്. ഞങ്ങൾക്ക് ചാടണമെന്നുണ്ട്, പക്ഷെ ഞങ്ങളെ സമ്മതിക്കത്തില്ല. ഈ ഒരേ സമയം ഇപ്പൊ ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുമ്പോൾ നേരെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം കൂടിയായിരുന്നു, എല്ലാവരും ഈക്വലായിട്ട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ സ്പേസിൽ. കൃത്യമായിട്ട് എവിടേക്കോ എത്രത്തൊക്കെ ഒരുമിച്ചുള്ള സഹപ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ പോലും എവിടേക്കോ ഒരു കോമ്പറ്റീഷൻ ഒരു മൂഡ് വരാറില്ലേ? നന്നായിട്ട് പെർഫോം ചെയ്യണം, ഒരു പക്ഷെ അവർ ചെയ്ത് വെച്ചേക്കാളും കിട്ടണം എന്നുള്ളത് ഉണ്ട്, സംഭവിച്ചിട്ടുണ്ട്. കാരണം മത്സരം നമ്മള് ഏറ്റവും അടിപൊളി കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഇതെല്ലാരും മത്സരിക്കുമ്പോഴാണല്ലോ ഒരു അടിപൊളി ഔട്ട് കിട്ടുന്നത്. അല്ലാതെ ഇപ്പം ഇത് മറ്റേ നോബൽ സമ്മാനത്തിന് പോവല്ലോ, നീ പോയി ചെയ്യടാ ഞാൻ ഇത്ര. പക്ഷെ മത്സരിക്കുന്നതിൽ അർത്ഥമല്ല. കാരണം നമ്മൾ ഓട്ട മത്സരമാണെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടത് റണ്ണിങ് ആണ്, ഓടി തീർക്കലാണ്. പക്ഷെ ഇത് എന്റെ പരിപാടി വേറെയാണ്, സിജുവിന്റെ വേറെയാണ്, അശ്വിൻ ചെയ്യണ വേറെ, ജോമോന്റെ വേറെ. ഒരിക്കലും എനിക്ക് ജോമനെ പോലെ ചെയ്യാൻ പറ്റൂല. ജോമന് ചിലപ്പോ ഞാൻ ചെയ്യുന്ന പരിപാടി ചെയ്യാൻ പറ്റുണ്ടാവില്ല. അപ്പൊ ആ ബാക്കിലൊരു മത്സരം വന്നു. അതായത് ഞാൻ ചെയ്ത് വെച്ചത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അല്ലെ? എനിക്ക് മാത്രമല്ല ഉദ്ദേശം എന്ന് വെച്ചാല് ജോമോന്റെ ഒരു വെർഷൻ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ജോമോന് അതിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാന്നുള്ളൂ. സിജുവിന്റെ വെർഷൻ അതിൽ പിന്നെ മത്സരിക്കാൻ പറ്റും. അതിൽ അടിപൊളി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ അടിപൊളി ഞാൻ കൊടുത്താ എന്റെ ഞാൻ അടിപൊളി കൊടുക്കാൻ നോക്കി. ഞാൻ എന്റെ സൈഡിൽ ബെസ്റ്റ് കൊടുത്തു, ശ്രമിച്ചിട്ടുണ്ട്. അതെ ശരിക്കും പറഞ്ഞു വെച്ചാൽ കൃത്യമായിട്ട് അത് വന്നിട്ടില്ല. പക്ഷെ ഈ ആരോഗ്യപരമായ മത്സരം എപ്പോഴും അതിന്റെ അല്ല എൻഡ് ഓഫ് ദി ഡേ അതിന്റെ റിസൾട്ടിനെ ഗുണം ചെയ്യുന്നുള്ളത്. ആരോഗ്യപരമായ ചർച്ചകൾ, ആരോഗ്യപരമായ മത്സരം എപ്പോഴും നല്ലതാണ് എന്നുള്ളതാണ്. ഈ നേരത്തെ നമ്മുടെ ഈ ക്രൗഡിന്റെ സീനിലെ കാര്യം പറഞ്ഞു. എപ്പോഴും ഇത്തരത്തിലെ ക്രൗഡ് സിനിമകളിൽ സംഭവിക്കുന്ന സമയത്ത് ശരിക്കും ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചലഞ്ചിങ് ആവുന്ന ഒരു മൊമെന്റ് ശരിക്കും എന്താ സംഭവിക്കുന്നത്? ശരിക്കും ക്രൗഡാ, അത്രയും ആളുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് എനിക്കുന്ന ക്രൗഡ് ഇല്ലാതെ വന്നപ്പോഴാണ് കൂടുതൽ ചലഞ്ച് ബുദ്ധിമുട്ടായത്. 26 ദിവസം ഈ 1000 പേർ അടക്കി വയ്ക്കുമ്പം നമുക്ക് ഭയങ്കര രസമാണ്. അല്ലേ, നമ്മൾ അവരോട് അങ്ങോട്ട് നടക്കുന്നില്ല അങ്ങോട്ട് നടക്കുന്നു. പക്ഷെ ഇത് പെട്ടെന്ന് ബ്രേക്ക് ആകത്തില്ലേ? എല്ലാരും കഴിഞ്ഞ് എല്ലാരും വീട്ടിൽ പോയി, ഞാനൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, ഭയങ്കര ഒറ്റയ്ക്ക്, ആരും ഇല്ല, മരണ വീട് ഒറ്റയ്ക്ക്, ആരും ഇല്ലല്ലോ. കാരണം അത്രയും ദിവസവും അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് അത്രയും പേരെ ഫേസ് ഓർമ്മ ഇല്ലെങ്കിൽ എങ്കിലും ഒരുമാതിരിപ്പെട്ടവരോടൊക്കെ നമ്മൾ കാര്യം പറയുന്നു, പാട്ടിടുന്നു, എല്ലാം കഴിഞ്ഞിട്ട്
വീട്ടിൽ വന്നപ്പോഴും ഭയങ്കര ഒറ്റയ്ക്കൊരവസ്ഥ. അപ്പൊ ഞാൻ ഇമ്മരെയൊക്കെ വിളിച്ചോടാ എങ്ങനെ, എല്ലാവരും അതേ അവസ്ഥയിൽ, എല്ലാവരും സെറ്റായിട്ട്. ഈ എവിടേക്ക് നമ്മൾ ഈ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കല്യാണം മുടക്കൽ എന്നുള്ളത് അല്ലെ എന്നും അതിൻ്റെ ഒരു ഹാസ്യ രൂപത്തിലും അല്ലെ ആക്ഷേപഹാസ്യമായിട്ടും വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളൊക്കെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇതിന് തന്നെ 2 വേർഷനിലും വന്നിട്ടുള്ള കാര്യം കൂടിയാണ് ഈ സിനിമയിൽ. ഒരു ഹാസ്യ രൂപേണ വന്നിട്ടുണ്ടെങ്കിലും എവിടേക്കും ഇത് പറഞ്ഞു വെക്കുന്നുണ്ട് സമകാലിക വിഷയം എന്നുള്ളത്. എക്സ്പീരിയൻസിൽ എവിടെയെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള കല്യാണം മുടക്കൽ ആവശ്യം വരികയോ അതിൻ്റെ ഭാഗമാവുകയോ അല്ലെങ്കിൽ അത് കണ്ടറിയോ ചെയ്തിട്ടുണ്ടോ? എന്റെ ലൈഫിലൊന്നും ഞാൻ ആരെ മുടക്കാനും പോയിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞ ഇത്രയും ഈ കല്യാണ മുടക്കൽ ഇത്രയും വിഷയം കേൾക്കുമ്പോൾ ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഇല്ല. അല്ല പറയുമ്പോൾ ഞങ്ങളും അതിനെ പറ്റി കോണ്ടന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ ലൈവായിട്ട് കല്യാണം മുടക്കില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പോയിട്ടുണ്ടോന്നും അല്ലാതെ, പോയിട്ടുണ്ടെന്നോ? കല്യാണത്തിന് പോയിട്ടുണ്ടെന്നല്ലാതെ മുടക്കാൻ എന്തിനാ വല്ലവരും ഒക്കെ കല്യാണം കഴിച്ചു പോകുന്നതിന് നമ്മളെന്തിനാ. ഈ കണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ ഇത്രയും ദിവസം കഴിഞ്ഞ് ഇത്രയും സക്സസിൽ നിൽക്കുമ്പോൾ സമയത്ത് സിനിമ നൽകുന്ന ഒരു പാഠം എന്താ നിങ്ങൾക്ക്? സിനിമ നൽകുന്ന പാഠം എന്താ, എപ്പോ ചോദിച്ചാലും ചായ കിട്ടും, എല്ലാം വിളിപ്പുറത്ത്, എല്ലാം വെളിപ്പുറത്തുണ്ട്, ജ്യൂസ് കിട്ടും. സിനിമ ലൊക്കേഷനിലാണ് കാര്യം കിട്ടുന്നത്. സിനിമ ഒരു നടൻ നിലയിൽ സിനിമയിൽ ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ള. സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് റീൽസ് ചെയ്ത് തുടങ്ങിയ ഒരാളാണ് ഞാൻ. എനിക്ക് അല്ലാതെ ഞാൻ റീൽസ് തുടങ്ങിയ ഒരാളെയല്ല. എനിക്ക് വേറെ ഓപ്ഷൻസുകളില്ലായിരുന്നു. ഞാൻ ഓഡീഷൻസുകൾ പോകുന്നു, ഒന്നും ആവുന്നില്ല. ലോക്ക്ഡൌൺ വരും, ഞാൻ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ലോക്ക് ആവുന്നു. അപ്പൊ എന്റെ മുന്നിൽ സിനിമ എന്ന് പറഞ്ഞൊരു ലൈഫ് അവിടെ തീരുന്നു എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ എവിടൊക്കെയോ കാണുന്നത്, ആരൊക്കെയോ വീഡിയോസുകളൊക്കെ ഇടുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെ വീട്ടിൽ ജനലയിൽ ഇങ്ങനെ എനിക്ക് മടിയാണ് വേറൊരാളോട് ഇതൊന്ന് പിടിച്ചു തരുമോ, കാരണം എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം വീടിന്റെ ജനലയിലൊക്കെ ചാരി വെച്ചിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയ ഒരാളാണ് ഞാൻ. അതിലൊരു വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് രോമാഞ്ചത്തിലോട്ടൊരു എൻട്രി പോലും കിട്ടിയത്. ഏത് വീഡിയോ? മറ്റേ വട്ടത്തിൽ നോക്കിയിട്ട് സർക്കിൾ, നിങ്ങളുടെ ഇടത്തെ ഭാഗം, അത് പഴയൊരു വീഡിയോ ആണ്. അത് കണ്ടിട്ടാണ് എന്നെ രോമാഞ്ചത്തിൽ വിളിക്കുന്നത്. അപ്പം അത് ഞാൻ സ്വപ്നം കണ്ട സ്ഥലത്തിലോട്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റുക. ഞാൻ പണിയെടുത്തുകൊണ്ടാണ് എത്തിയത്. സിനിമ തരുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ പണിയെടുക്കുന്നവൻ സിനിമയിൽ എത്തും, അല്ലാതെ മോട്ടിവേഷൻ പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് ഒരിക്കലും കിട്ടത്തില്ലെന്ന് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ ഒരിക്കൽ സിനിമയിൽ വിളിക്കും എന്നും പറഞ്ഞിട്ട് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വീഡിയോ ഗുണം ചെയ്ത പ്രത്യേകിച്ച് വിദ്യാർത്ഥിയായിട്ടുള്ള അല്ലെ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ കുറെ ഞാൻ ആദ്യ സമയങ്ങളില് പല ഇതുണ്ട്. ഒന്ന് പൊന്മുട്ടയുണ്ട്, പിന്നെ സൈനയെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പല ഇതിനകത്ത് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽസ് വീഡിയോസുകളും ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു ഇൻഡിവിജ്വൽസ് വീഡിയോത്തിൽ നിന്നാണ് ഞാൻ ഈ പരിപാടി എത്തുന്നത്. അപ്പം എത്രേ ഉള്ളൂ, പണിയെടുക്കുക. പണിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ജോമോന് കിട്ടിയ പാഠം എന്ത് പാടാണ് ബ്രോ? ശരിക്കും ഇന്ന് ഒരുമിച്ച് ഉണ്ടായിരുന്നോ? ജോമോൻ ഒപ്പം ഉണ്ടായിരുന്നു? ഒപ്പം ഉണ്ടായിരുന്നു? ഞങ്ങളിപ്പോ തിയേറ്റർ അല്ല ഉണ്ടായിരുന്നു, എവിടേക്കോ ഇങ്ങനെ തന്നെ. ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ക്യാരക്ടർ ആയിരുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ക്യാരക്ടർ പെർഫോം ചെയ്തുള്ളത് അല്ലെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നല്ലതാട്ടോ പറയണേ, ഈ വേജാറല്ലേ? അങ്ങനല്ല, മനഃപൂർവ്വം ഉണ്ടായിരിക്കുന്നല്ലേ. ബ്രോ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ജോജന ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ഒന്നുമില്ല, എന്റെ കുട്ടൻ ഒന്നുമില്ല. എന്താ ഈ സിനിമ നിന്ന് എപ്പോഴും ഓർത്തിരിക്കുന്ന എന്നുള്ള രീതിയിലേക്ക് നൽകുന്ന ഒരു പാഠം എന്താ? ഇപ്പം കിട്ടുന്ന ലൈഫെല്ലാം ഞാൻ മുമ്പ് കൊതിച്ച ലൈഫാണ്. അപ്പം അത് ഇന്നും ഇതുപോലെ കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന. വേറെ ഇതുപോലെ ഇന്റർവ്യൂസിനൊക്കെ വന്നിട്ട് അറിയാവുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുക, അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പോവാ ആട്ടെ. അപ്പൊ എന്തായാലും തിയേറ്ററിലെത്തി കുറേയേറെ ഹിറ്റ് സിനിമകൾ സംഭവിക്കുന്ന സമയത്ത് തന്നെയാണ് എത്തിച്ചേർന്നതും അല്ലെ. ആ ഹിറ്റിനോട് തുടർന്ന് തന്നെ അടുത്തൊരു ഹിറ്റ് കൂടെ സംഭവിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും, മലയാളി പ്രേക്ഷകരും ഒരു കല്യാണം കൂടിയ ഫീൽ തന്നെയാണ് ശരിക്കും തിയേറ്റർ വിട്ട് ഇറങ്ങുന്നത് എന്നുള്ളതിനാണ്. അപ്പോൾ അതിനെ അല്ലെ വലിയ രീതിയിലേക്ക് കാരണക്കാരായതുകൂടിയാണ്. അപ്പോൾ ഇതേപോലെ സ്വപ്നം കണ്ട ഒരു യാത്രയിൽ എത്തിച്ചേർന്നിരിക്കണം. ഇതുപോലെ കുറേയേറെ വേഷങ്ങളും അല്ലെ സിനിമകളായിട്ട് കളർഫുള്ളായിട്ട് പോട്ടെ. ഇങ്ങനെ സക്സസ് ആയി പോയി കഴിഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കാതെ വയ്യ, തിരിച്ച് ഒരു ഇൻഫ്ലുവൻസർ ട്രാക്കിലോട്ട് പഴയ പോലെ റീൽ വീഡിയോ ചെയ്യാൻ തയ്യാറാവും? പിന്നെ നമ്മൾ ചെയ്തല്ലോ അതിന്റെ എഫേർട്ട്. നമ്മൾ ഇവിടുന്ന് കൊച്ചിന്ന് വണ്ടി എടുത്ത് തൃശ്ശൂര് ചേട്ടന്റെ പുതിയ പടത്തിന്റെ ലൊക്കേഷനിൽ പോയി, അവിടെ പോയിട്ട് അത് ചെയ്തിട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. അത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു. അതല്ല ചെയ്യുന്നതോട് ചില പരിമിതികളുണ്ട്. ഇപ്പൊ കരിങ്കാളിയായില്ലേ, ഇതുവരെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു, പിന്നെ പറഞ്ഞു ഇല്ല ഇത് പരിമിതികളുണ്ട്. നമ്മൾ ഓരോ പടത്തിനും ഓരോ ലുക്കായിരിക്കും. അപ്പൊ ആ ലുക്ക് വെച്ച് വീഡിയോസ് എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്
ഡയറക്ടർ ചീത്ത വിളി. കാരണം ഓരോ ലുക്കും ഇപ്പൊ ഇതിനകത്ത് ഷംസു എന്ന് പറഞ്ഞ ആൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ ഇത് വെച്ചിട്ട് 10-15 വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിപ്പൻ ഇന്നലെ ചെയ്ത ലുക്കല്ലേ പടത്തില് എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടോ. കുറെ കൂടി സീരിയസ് ആയിട്ട് സിനിമയെ കണ്ടു തുടങ്ങി അല്ലേ? അല്ല ഞാൻ സിനിമയിൽ കയറാൻ വേണ്ടിയാണല്ലോ റീൽ ചെയ്ത ആള്. അതുകൊണ്ടാണ് സിനിമയാണ് എനിക്ക് എപ്പോഴും സീരിയസ്, ഫസ്റ്റ് പ്രയോറിറ്റി സിനിമയാണ്. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന സമയങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല നല്ല ഐഡിയാസ് ഒക്കെ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ ആവേശം ഉള്ള ആഘോഷമുള്ള സിനിമകളുടെ ഭാഗമാവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്.